നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇലമൺ എന്നിവർ അവലോകനം നടത്തി. സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം ആരായുന്നതിനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്ന നവകേരളം സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വികസന ക്ഷേമ പഠന പരിപാടിയിൽ സന്നദ്ധ പ്രവർത്തകരുടെ ഗൃഹസന്ദർശനം ഊർജിതമാക്കാൻ കാസർഗോഡ് ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന ജില്ലാതല അവലോകന യോഗം തീരുമാനിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ, പരിപാടിയുടെ സംസ്ഥാനതല ഉപദേശക സമിതി അംഗം കില മുൻ ഡയറക്ടർ ഡോക്ടർ ജോയ് ഇലമൺ എന്നിവർ അവലോകനം നടത്തി. താരതമ്യേന ചിട്ടയായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സന്ദേഹങ്ങളും ആശങ്കകളും പ്രയാസങ്ങളും കൂടുതലായിട്ട് ഉയർന്നു വരേണ്ടതുമാണ്. കാരണം കണക്കൊക്കെ പരിശോധിക്കുമ്പോൾ ആദ്യം മുതലേ തന്നെ ചിട്ടയായ രീതിയിലാണ് കാസർഗോഡ് പ്രവർത്തനം നടന്നിട്ടുള്ളത്. ബുദ്ധിമുട്ടുകൾ മറ്റെല്ലായിടത്തും പോലെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷയെങ്കിലും അത്രയൊന്നും നിങ്ങളിവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഒന്ന് സ്വാഭാവികമായിട്ടും ഈ വോളണ്ടിയേഴ്സിൻ്റെ ലിസ്റ്റാണ്. ലിസ്റ്റ് കിട്ടാത്തതിൻ്റെ, അതായത് ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. അതിവിടെ ഉണ്ട്. പക്ഷേ ഇത്രയും കിട്ടിയത് കൊണ്ടായിരിക്കും നിങ്ങളത് ഹൈലൈറ്റ് ചെയ്യാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശ്നമുണ്ട്. സർക്കാർ വിവിധ തലങ്ങളിൽ നിയോഗിച്ച ഉദ്യോഗസ്ഥരും വിദഗ്ധരും പരിപാടി ലക്ഷ്യം കൈവരിക്കുന്നതിന് സമയബന്ധിതമായി നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളെല്ലാം മികച്ച രീതിയിൽ നടപ്പിലാക്കിയ കാസർഗോഡ് ജില്ലയിൽ സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് കളക്ടർ പറഞ്ഞു. മൊബൈൽ ആപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെന്നും സംശയ നിവാരണത്തിന് സപ്പോർട്ട് ടീം സജ്ജമാണെന്നും ഡോക്ടർ ജോയ് ഇലമൺ പറഞ്ഞു. പരിപാടിയുടെ തുടക്കം മുതൽ കൃത്യമായ ആസൂത്രണത്തോടെയാണ് കാസർഗോഡ് ജില്ല പ്രവർത്തിക്കുന്നതെന്നും ഇദ്ദേഹം വിലയിരുത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ ആമുഖ പ്രഭാഷണം നടത്തി. ജില്ലാതല നിർവഹണ സമിതി അംഗങ്ങളായ കെ ബാലകൃഷ്ണൻ, അജയൻ പനയാൽ, രതീഷ് പിലിക്കോട്, കെ അനിൽകുമാർ, നിയമസഭാ മണ്ഡലം ചാർജ് ഓഫീസർമാരായ കെ നാഗേഷ്, എ രവീന്ദ്ര, കെ വി മനോജ് കുമാർ, കെ വി സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ അസംബ്ലി തലങ്ങളിലുള്ള നിർവഹണ സമിതി അംഗങ്ങൾ, അസംബ്ലി പഞ്ചായത്ത് തല ചാർജ് ഓഫീസർമാർ, പരിശീലകർ, വിദഗ്ധർ, തീമാറ്റിക് എക്സ്പേർട്സ് യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.